ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി അച്ഛൻ്റെ ഹണി ഡ്രോപ്സ് എന്ന ഇംഗ്ലീഷ് ബുക്ക് ആവശ്യമുള്ളവർ അച്ഛൻ്റെ 9194664049 നമ്പറിൽ വിളിച്ച് അഡ്രസ്സ് അയച്ചു കൊടുത്താൽ പുസ്തകം കിട്ടും. ഗൂഗിൾ പേ നമ്പർ 919496640149 ₹100. The Divine Son, Chapter 7. Good soil, fertile land. The field was prepared and the sapling was planted. Plenty of water is poured. Manure is given. Aplenty. The service is commendable. The care is excellent. Yes, why? Oh plant, you don't grow. Why don't the buds bloom? He must come. I am waiting for the sun's arrival. Whatever plants exist on this earth, if the divine Son does not come, there will be no growth, no blossoming, no fruits. Chapter 8. The banana plant. I was walking, observing and contemplating the elements of nature. That day my eyes fell upon a banana plant, a robusta, standing with its heavy bunch. Usually all living beings in the universe produce their fruits for their own offspring. The coconut tree, coconuts. The mango tree, mangoes.
The jackfruit tree, jackfruit. The drumstick tree, drumstick. The paddy plant, paddy. The chili plants, chili, etc. But the banana plant does not produce its fruit for its own children. It produced them for others to enjoy. It was for me the moment of a profound realizations. My eyes were filled with tears. My hands folded in prayer. Oh God, make me a human banana plant. Chapter 9. What a heart! The celebrated other Charles Lamb once wrote, the wood of clerk's writing desk can slowly enter the printer's soul and turn him into a piece of wood. If so, the priest who offers the sacrifice of mass must be careful. The altar is made of stone or wood, isn't it? Gradually, the heart of the priest who offers sacrifice daily at the altar might turn into stone or wood as well. Danger, peril, risk. A priest of Christ must not through routing turn into stone or wood instead. He must make attempts to be altar Christus. So at the altar, a priest of Christ must ask himself, do I develop within me a heart of some or the heart of Jesus? Next chapter 10 tomorrow. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം. ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കാൻ ആർക്കു കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നല്ലൊരു ചിന്ത. നല്ലൊരു ചിന്ത. സന്തോഷ് എന്നും രാവിലെ ജോലിക്ക് പോകുമ്പോൾ അവൻ്റെ അമ്മ നല്ല
ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. എന്നാൽ പലപ്പോഴും അതിന് രുചിയില്ല എന്ന് പറഞ്ഞ് അവൻ കഴിക്കില്ല. അന്നൊരു ദിവസം അവൻ ബ്രേക്ക്ഫാസ്റ്റിന് രുചിയില്ല എന്ന കാരണത്താൽ തന്നെ അമ്മയോട് ദേഷ്യപ്പെട്ട് മേശയിൽ നിന്ന് അവയെല്ലാം തള്ളി താഴെയിട്ടു. എന്നിട്ട് അവൻ ദേഷ്യത്തോടെ ഓഫീസിലേക്ക് പോകുമ്പോൾ ദരിദ്രയായ ഒരു അമ്മ വഴിയരികിൽ ഇരുന്ന് തൻ്റെ പൈതലിന് വെറും കഞ്ഞി മാത്രമായി കോരി കൊടുക്കുന്നതും ആ കുഞ്ഞ് ആർത്തിയോടെ അത് കഴിക്കുന്നതും അവൻ കണ്ടു. പെട്ടെന്ന് അവൻ തൻ്റെ അമ്മയെ ഓർത്തു. ഓരോ ദിവസവും എത്ര കറികളാണ് അമ്മ ഉണ്ടാക്കുന്നത്. എല്ലാം തനിക്ക് വേണ്ടി എത്ര നാൾ എനിക്കിതുപോലെ ഭക്ഷണം കോരി തന്നിട്ടുണ്ടാവും. അവന് അമ്മയെക്കുറിച്ച് അഭിമാനം തോന്നി. അവൻ ജോലിക്ക് പോകാതെ തിരികെ വീട്ടിലേക്ക് പോയി. ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. തൻ്റെ തെറ്റിന് മാപ്പ് അപേക്ഷിച്ചു. അമ്മ നെടുവീർപ്പോടെ മകനെ ചുംബിച്ചു. അന്നു മുതൽ ആ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് നല്ല രുചി കണ്ടെത്തുവാൻ അവന് കഴിഞ്ഞു. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന ചൊല്ല് എല്ലാവർക്കും പരിചിതമാണല്ലോ. ദിനംതോറും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നന്മകൾ എത്ര വളരെയാണ്. അവയെല്ലാം നൽകുന്നത് ദൈവമാണ്. എന്നാൽ അതിന് മുഖാന്തരങ്ങളായി ധാരാളം മനുഷ്യരുണ്ട്. മാതാപിതാക്കളും സഹോദരങ്ങളും അയൽക്കാരും ദേശവാസികളും ബന്ധുമിത്രാദികളും എല്ലാം ആ കൂട്ടത്തിൽ ഉൾപ്പെടും. മാതാപിതാക്കൾ ചെയ്യുന്ന ശുശ്രൂഷകളെ പലപ്പോഴും നാം അവഗണിച്ചു കളയും. നമ്മുടെ ജനനം മുതൽ അവർ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയുടെ കാലം മുതൽ ഉള്ളതാകയാൽ അതിനൊരു പ്രത്യേക പരിഗണന നൽകിയെന്ന് വരില്ല. എന്നാൽ നാം ആയിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെയും മറ്റെല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങളും കരുതലും കൊണ്ടാണെന്നുള്ളത് ആരും ഒരിക്കലും അറിയാതിരിക്കരുത്. മാതാപിതാക്കൾ അവയൊക്കെ ചെയ്യുന്നത് പ്രതിഫലേച്ഛ കൊണ്ടല്ല, അവർക്ക് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഫലമാണ്. വിശപ്പാണ് ഭക്ഷണത്തിന് രുചി പകരുന്നത്. അമ്മമാർ വിശക്കാത്ത വണ്ണം നമ്മെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അമ്മമാർ നൽകുന്ന ഭക്ഷണത്തിന് ചിലപ്പോൾ രുചിയില്ല എന്ന് തോന്നുന്നത്. ഒരു ദിവസം അതൊന്ന് മുടങ്ങിയാൽ അപ്പോൾ അറിയാം അതിൻ്റെ രുചി. വാനിൽ കാണുന്ന നക്ഷത്രങ്ങളിൽ പലതും വർഷങ്ങൾക്ക് മുമ്പേ അണഞ്ഞുപോയതാണ്. പക്ഷെ അവയുടെ വെളിച്ചം ഇപ്പോഴും ഭൂമിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ചില മനുഷ്യരും അങ്ങനെയാണ്. പ്രിയമുള്ളവർ പിരിഞ്ഞും മൃതിപ്പെട്ടും അകന്നുപോയിട്ടുണ്ടാവാം. പക്ഷേ അവർ പറഞ്ഞ ഒരു വാക്ക്, നൽകിയ സ്നേഹം, ചേർത്തുപിടിച്ച ഒരു നിമിഷം, ഇതൊക്കെ ഇപ്പോഴും നമ്മെ തൊട്ടിരിക്കുന്നല്ലോ. ആ നറുംവെട്ടം നമ്മെ തേടിയെത്തുവോളം നമുക്കവരെ നഷ്ടമായിട്ടില്ലല്ലോ. സ്തുതിയായിരിക്കട്ടെ. വാനിൽ കാണുന്ന പഠിപ്പിക്കാനാവാത്തത് നീ പഠിച്ചു. ഇതാണ് ചോദ്യം. തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചു സ്വർഗ
Download ShareChat. മോനെ എന്റെ കണ്ണീരിന്റെ ശാപം അല്ലണേ നീ എന്തിനാ കാര്യ അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്താലും കുറ്റം. രാവിലെ ചായക്ക് മധുരം കുറഞ്ഞു പോയി എന്ന് ഓർത്ത് എന്റെ കൈ പൊള്ളിച്ച്. ഇനിയും ഞാനിവിടെ നിന്നാല് എന്റെ മോൻ അമ്മ ഉണ്ടാവൂല. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഇല്ല മോനെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇറങ്ങി പോയിക്കൊണ്ടിരുന്ന് കുറെ കാലായി തുടങ്ങിയിട്ട് എന്നിട്ട് കണ്ടുപോലെ ഇതുകൂടി കൊണ്ടുപോയിക്കോ. എന്റെ കണ്ണീരിന്റെ ശാപം എനിക്ക് കിട്ടാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോലെ. നമുക്ക് കഴിക്കാലോ. വേണ്ട, ഞാൻ കഴിച്ചിന്. സാരല്ല, കഴിക്ക്. കഴിച്ചിനാണ് നീ കഴിച്ചോ. നമ്മള് കഴിക്കപ്പാടുന്ന അച്ചോ എന്നായിട്ടാ കാലെന്തോ തട്ടിനെ. ഇതൊരു ചെറിയൊരു കുറ്റി കഷ്ണം തറച്ചതാ. അത് സാറില്ല, അതങ്ങ് പോയിക്കോളൂ. അച്ചോ കാല് ഭയങ്കര വേദനയാണ്, തീരെ സഹിക്കാൻ കഴിയുന്നില്ല. അത് രാവിലത്തേക്ക് അങ്ങ് പോയിക്കോളൂ. പ്രജീഷിന്റെ വീടല്ല? ആ അതെ. ഒന്ന് കാണാൻ പറ്റുമോ? ഏട്ടനിപ്പം കാല് മുറിച്ചേരി അങ്ങനെ ആരെയും കാണലൊന്നുമില്ല. അല്ല, കുറച്ച് അത്യാവശ്യമായിരുന്നു. എന്നോട് പറഞ്ഞാ മനസ്സിലാവൂലേ? രാവിലെ തന്നെ ഓരോന്ന് കേറി വന്നോളൂ. രണ്ടും എല്ലാം കരുതെടുക്ക തന്നെ. എന്തൊരു കഷ്ടാണ്. എനിക്ക് മടുത്തിങ്ങളെ നോക്കിയിട്ട് ഞാൻ മോനെയും കൂട്ടിട്ട് എന്റെ വീട്ടിൽ പോന്നാ. പ്രജേഷിന് ഓടെ പോയതിനു ശേഷമോ ഇവിടെ അത് വരത്തില്ലാന്നല്ല. അയ്യോ, നീ ഇങ്ങോട്ട് വന്നാട്ടെ. നീ അവന്റെ കാലുകെട്ടിനാ പഴുത്ത് പുഴുവരിക്കുന്നു. കാണുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നു. ചിലപ്പോൾ അവന്റെ കാലുകൊണ്ടായിരിക്കും എന്റെ അമ്മേനെ ചവിട്ടിയിട്ടുണ്ടായിരുന്നു. കർമ്മഫലം. സമനില തെറ്റിയ ഓനെ ഇനി അവന്റെ അമ്മക്ക് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. നീ വാടാ.
അയ്യോബേ മോനെ ഇവിടെ നമ്മളെ പ്രജേഷിന്റെ അമ്മയല്ലേ അത്? അമ്മേ അമ്മേ എന്റെ മോൻ വന്ന മോനല്ലേ പ്രജേഷിനെ പോവാൻ പറ്റില്ല അമ്മേ. അവന്റെ ഒരു കാല് നഷ്ടപ്പെടുത്തവളെ. നിങ്ങൾക്ക് അന്റെ മോനോട് പുറത്തൂടെ ദൈവേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗുഡ് ഈവനിങ്. എല്ലാവരോടും ഒരു അഭ്യർത്ഥന. ക്രിസ്റ്റി വട്ടക്കുഴി അച്ഛൻ്റെ ബുക്ക് വളരെ നല്ലൊരു ബുക്കാണ്. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിക്കുമല്ലോ. അച്ഛൻ അഡ്രസ്സും അയച്ചു കൊടുത്താൽ, നമ്പറിൽ വിളിച്ച് അഡ്രസ്സ് അയച്ചു കൊടുത്താൽ അച്ഛൻ ബുക്ക് അയച്ചു തരും. സാധിക്കുമെങ്കിൽ 100 രൂപ ഗൂഗിൾ പേ ആയി അയച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. ഇതുപോലെയുള്ള നല്ല ബുക്ക് അച്ഛന് ഇറക്കാനായി ഇനിയും ദൈവം അനുഗ്രഹിക്കട്ടെ. പൈസയും അച്ഛനായി ദൈവം ഒരുക്കട്ടെ. എല്ലാവർക്കും നന്മ വരട്ടെ പ്രാർത്ഥനയോടെ.